ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ആ പ്രിയയെ എടുത്തു പൊക്കിയിരിക്കുന്ന സീനാണ് വർഷ കാണുന്നത്. ഇത് കണ്ട വർഷ ആകെ ഷോക്കായിട്ട് ഇങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷേ, അത് പിന്നെ വർഷയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങ് നിൽക്കുന്നുണ്ട്. പക്ഷെ വർഷ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. വർഷയാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് നേരെ ഓട്ടോറിക്ഷ കയറി ഒറ്റ പോക്കാണ്. ശ്രീകാന്ത് പതിയെ നമ്മുടെ പ്രിയയെ ഒരു കസാരയിൽ അങ്ങനെ ഇരുത്തിയിട്ട് വർഷയുടെ പിന്നാലെ ഓടിയെങ്കിലും വർഷ അപ്പോഴേക്കും പോയി കഴിഞ്ഞു ഓട്ടോറിക്ഷ കയറി. ശ്രീകാന്തിനത് വല്ലാത്തൊരു സങ്കടമായി പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ശ്രീകാന്ത് നേരെ പ്രിയയുടെ അടുത്ത് ചെന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, എന്താ ശ്രീകാന്തെ, വർഷ പോയി കളഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ വർഷ പോയി. അതെന്താ വന്ന ഉടനെ തന്നെ വർഷ പോയി കളഞ്ഞത്? എനിക്കറിയില്ല പ്രിയ എന്നിങ്ങനെ പറയുമ്പോൾ വർഷ തെറ്റിദ്ധരിച്ച് കാണും. ഇങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ, അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്. എന്നാലും അങ്ങനെ വർഷ തെറ്റിദ്ധരിക്കുന്ന ഒരാളല്ല പ്രിയ. പക്ഷേ ഇപ്പം എന്താ അവൾക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അവളെ സമാധാനിപ്പിക്കണം. ശരി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏതായാലും പ്രിയയെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് പോയിക്കോ, വർഷയെ പോയി സമാധാനിപ്പിക്കുക, ഞാൻ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പ്രിയയ്ക്ക് നല്ല വേദനയുണ്ട്, അതുകൊണ്ട് ഞാൻ കൊണ്ടേ ഹോസ്പിറ്റലിലേക്ക് ആക്കിയേക്കാം എന്ന് പറഞ്ഞ് പ്രിയയെ വീണ്ടും എടുത്തു പൊക്കി ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ സച്ചിയെയും രേവതിയെയും കാണിക്കുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ നല്ല അടിപൊളി സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുക. ഫംഗ്ഷന് പോകണമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ രേവതിയെ കണ്ട് സച്ചി ഇങ്ങനെ മതിമറന്ന് നിന്നിട്ട്, ഓ എൻ്റെ രേവതി, നീ എന്താ ഓരോ ദിവസം കഴിയും തോറും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികയാണോ? നീ എന്ത്ര സുന്ദരിയായിട്ടുണ്ടെന്നറിയാമോ? ഈ ഒരു ഗെറ്റപ്പിൽ നീ അടിപൊളിയാണ് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ചോദിക്കുകയാണ്, അല്ല എന്താ സച്ചിയേട്ടാ ഒരു പുകഴ്ത്തല്? അല്ല എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്ന് രേവതി, ഞാനൊന്നും പറയുന്നില്ല. നീ ചെറുപ്പമാണ്, നിന്നെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ രഹസ്യം ഉണ്ടെന്നാണ് നീ പറയുന്നത്. നിന്നെ കണ്ട ചെറുപ്പം പോലെ തോന്നുള്ളൂ, പക്ഷെ നിന്റെ വർത്തമാനം മുഴുവനും ശരിക്കും തള്ളന്മാർ സംസാരിക്കുന്ന പോലെയാണ്. ഓഹോ, അത് ശരി, അപ്പം ഞാൻ തള്ളയാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പം ഞാൻ തള്ളയെ പോലെ ഉണ്ടെന്നാണ് സച്ചിയേട്ടൻ പറയുന്നത്. എൻ്റെ പൊന്ന് രേവതി, ഇതെനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണോ? ഞാൻ സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് രേവതി, നീ ഒരു ദിവസം കഴിയും തോറും ചെറുപ്പമായിട്ട് വരികയല്ലേ, അതല്ലേ ഞാൻ പറഞ്ഞത്. ആണോ? അങ്ങനെയാണെങ്കിലേ ഞാൻ ചെറുപ്പമായിട്ട് വരികയാണെങ്കിൽ സച്ചിയേട്ടനും ചെറുപ്പക്കാരനായിട്ട് വരികയാണ് കേട്ടോ. അത് കൊള്ളാലോ. അപ്പം നീ എന്താ ഇപ്പം എന്നെ പുകഴ്ത്താനുള്ള കാരണം? എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയാണല്ലോ. സച്ചിയേട്ടാ ഞാൻ ഒന്ന് തന്നാലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടും കൂടി തല്ലുകൂടുകയാണ്. അതിന് ശേഷം നമ്മുടെ രേവതിയാണെങ്കിൽ സാരിയുടെ ഫ്ലീറ്റ് ഇങ്ങനെ പിടിക്കാൻ നോക്കുകയാണ്. എന്താ രേവതി, നീ സാരി എടുത്തത് ശരിയായില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഈ ഫ്ലീറ്റ് ശരിയാവുന്നില്ല സച്ചിയേട്ടാ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരി, അതിന് എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലീറ്റ് എല്ലാം ശരിയായി കൊടുക്കണം. കണ്ടോ, ഇപ്പം കാണാൻ അടിപൊളിയായിട്ടില്ലേ? അത് ശരിയാ. അപ്പം ഈ രേവതി സുന്ദരിയാവണമെങ്കിൽ ഈ സച്ചിയുടെ കൈകളും വേണം. അപ്പം മനസ്സിലായില്ലേ? മനസ്സിലായി സച്ചിയേട്ടാ. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് വീട്ടിൽ കൂടി ഹാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമായി നടക്കുകയാണ്. വർഷയെ വിളിക്കുന്നുണ്ട്, പക്ഷേ വർഷയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര ഒരു ടെൻഷൻ തോന്നുകയാണ്. അപ്പോൾ സച്ചിയും രേവതിയും വരിക. അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തേ, നീ എന്താ ഒരുങ്ങിയില്ലേ? ഇല്ല സച്ചിയേട്ടാ, ഞാൻ ഒരുങ്ങിയില്ല. അതൊന്നും നീ ഒരുങ്ങാത്തത്? എടാ, നിന്റെ വർഷയുടെ ഫംഗ്ഷൻ അല്ലേ, എന്നിട്ട് നിങ്ങൾ ഒരുങ്ങിയില്ല. ഞങ്ങൾ ഒരുങ്ങി വന്നിരിക്കുന്നു. അല്ല വർഷ എവിടെ? അത് പിന്നെ സച്ചിയേട്ടാ, വർഷ എവിടെയെന്നേ? വർഷയെ കാണാനില്ല. കാണാനില്ലെന്നോ? വർഷയെ എവിടെ പോയി? എങ്ങോട്ട് പോയി? നീ എന്തൊക്കെയാണ് പറയുന്നത്? വർഷയെ കാണാനില്ലെന്ന് അതൊക്കെ പറയുന്നു. അത് പിന്നെ ഞാൻ പറയാം സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയാം. ഞാനപ്പോഴേക്കും അതിന് മാത്രം തെറ്റ് നീ എന്താ ചെയ്തത്? പ്രിയ എന്ന് പറഞ്ഞ ആ പെണ്ണിന് കാല് പെട്ടെന്ന് സ്ലിപ്പായി നിലത്ത് വീണ് കാല് അനക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ട് ആ പെണ്ണിനെ പൊക്കിക്കൊണ്ട് നീ വരുമ്പോൾ അത് വർഷ കണ്ടു. എടാ, അതിന് വർഷ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ലേ? അപ്പോൾ നീ ആരാണ് എന്താണെന്നൊക്കെ വർഷയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീ അത്രക്കാരനല്ലെന്ന് അറിയാലോ. പിന്നെ ഈ കാര്യത്തിൽ വർഷ പിണങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എൻ്റെ ശ്രീകാന്തേ. വർഷ കാണിച്ചത് വളരെ തെറ്റായി പോയിട്ടോ എൻ്റെ സച്ചിയേട്ടാ. എനിക്കിപ്പോൾ ടെൻഷനാവും സച്ചിയേട്ടാ. ഫംഗ്ഷൻ നടക്കാനുള്ള സമയം വിളിച്ചവരെല്ലാവരും വരും. അപ്പോൾ ആ ഫംഗ്ഷന് പങ്കെടുക്കണ്ടേ?
എടാ ശ്രീകാന്ത്, നീ ടെൻഷൻ ആവണ്ട. വർഷ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. എവിടെയുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട്. അവളെ വിളിച്ചിട്ട് പോലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. അവളെ പോയി എവിടെ അന്വേഷിക്കും? എൻ്റെ സച്ചിയേട്ടാ, ഞാൻ ഇനി വന്നവരുടെ മുന്നിലെല്ലാം നാണം കെട്ട് നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. വർഷയാണെങ്കിൽ ദേ പിണങ്ങിപ്പോയി. ഓട്ടോറിക്ഷ കയറി അവൾ പോയത് എങ്ങോട്ട് പോയി, എന്ത് പോയെന്ന് ദൈവമേ. ആണെങ്കിൽ മനുഷ്യനാണെങ്കിലും മനസ്സിനൊരു സമാധാനമില്ല. എടാ ശ്രീകാന്തേ, നീ ഏതായാലും ആ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുക. ഞങ്ങൾ ഏതായാലും വർഷയെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും പോവാണ് വണ്ടി എടുത്തിട്ട്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? അതെ, എവിടെയെങ്കിലും ആയിക്കോട്ടെ, വർഷയെ കൊണ്ടുവരണ്ടേ? എവിടെയാണെങ്കിലും വർഷയെ കൊണ്ടുവന്നാലല്ലേ മതിയാവുള്ളൂ. നീ ചെല്ല് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി പോവുകയാണ്. ശ്രീകാന്തിനാണെങ്കിൽ ആകെ ടെൻഷൻ. അങ്ങനെ ആ ഒരു ഹോട്ടൽ കാണിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ രവിയും ശ്രുതിയും സുധിയും ചന്ദ്രയൊക്കെ വരിക. പിന്നെ നമ്മുടെ ഭാമയും ഉണ്ട്. അപ്പോൾ ചന്ദ്ര കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ രവിയേട്ടാ, നല്ല രസമുണ്ടല്ലേ, കണ്ടോ എൻ്റെ മോൻ ശ്രീകാന്ത് എങ്ങനെയാണ് ഹോട്ടലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കണ്ടേ, നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, പിന്നെ അല്ലാതെ അടിപൊളിയാകാതിരിക്കുമോ എൻ്റെ ചന്ദ്രയെ? രേവതിയല്ലേ ഈ ഡെക്കറേഷനൊക്കെ ചെയ്തത്. ഇത് കേട്ട ചന്ദ്ര ഒന്ന് പാളിപ്പോവുക. അപ്പം ചന്ദ്ര പറയാം, ശരി, അതേ ആ മൂലക്കേ അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇത് വേറെ വല്ലവരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ നല്ല അടിപൊളിയാക്കി തരുമായിരുന്നു. ഇതിപ്പോൾ അവളായതുകൊണ്ടാണ് മര്യാദക്കൊന്നും വൃത്തിയായിട്ട് ചെയ്യാതിരുന്നത്. ഇപ്പോൾ സുധിയാണെങ്കിൽ അത് അമ്മ പറഞ്ഞ സത്യം തന്നെയാട്ടാ. വേറെ ആരെയെങ്കിലും ഇത് ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ഇതിനേക്കാളും നല്ല ഗ്രാൻഡാക്കി തന്നാലായിരുന്നു. ഇത് ചുമ്മാ സാധാരണക്കാർ വരുന്ന രീതിയിൽ ഇതൊന്നും അത്ര ഇതൊന്നും അല്ല, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ശ്രീകാന്ത് വരിക. അപ്പോൾ ശ്രീകാന്തിനോട് നമ്മുടെ ചന്ദ്ര ചോദിക്കുകയാണ്, എടാ ശ്രീകാന്തേ, ഇതൊന്നും നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, വർഷ എവിടെയാടാ? വർഷ ഇതിന് വന്നില്ലേ? അത് പിന്നെ അവൾ ഇപ്പോൾ വരും, ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടിയാണോ നീ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരേണ്ടതല്ലേ? എന്നിട്ട് അവൾ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ അവൾക്കൊരു റെക്കോർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ റെക്കോർഡിന് വേണ്ടി പോയിരിക്കുകയാണ് അമ്മേ. ഉടനെ തന്നെ അവളെത്തും. ഈ സമയത്താണ് അവളുടെ റെക്കോർഡ്. ഇതൊക്കെ മാറ്റി വെക്കായിരുന്നില്ലേ? എല്ലാവരും വരുന്നത് കണ്ടില്ലേ? നിങ്ങൾ രണ്ടുപേരെയും എല്ലാവരും അന്വേഷിക്കൂലേ? അപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ വേണ്ടതല്ലേ? ഇതൊക്കെയാണോ ശ്രീകാന്ത് ചെയ്യുന്നത്? അമ്മ അവിടെ പോയിരിക്കുക. ഏതായാലും വർഷ വന്നോളും. ശരി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, ഭാമയെ നമുക്ക് രണ്ടുപേർക്കൊരു സെൽഫി എടുത്താലോ? അങ്ങനെ രവിയെ പോലും കൂട്ടാതെ ചന്ദ്ര ഭാമയും വിളിച്ചുകൊണ്ട് സെൽഫി എടുക്കാൻ പോവുക. അപ്പം അച്ഛൻ പോലും മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ ശ്രുതിയെയും വിളിച്ചുകൊണ്ട് വാ, നമുക്കും സെൽഫി എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ രവിക്ക് ആ ഒരു സങ്കടം അവിടെ ഫീൽ ചെയ്യണം. കാരണം ആരും ഇല്ലാത്തൊരവസ്ഥ, സച്ചിയും രേവതിയെയും കാണുന്നുമില്ല. അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോയിരിക്കുന്നതാണ് അച്ഛനോടും പോലും പറയുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛമ്മ എത്തുകയാണ്. അച്ഛമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ ദേ അമ്മ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോട് കൂടി. അപ്പോൾ ശ്രീകാന്ത് ഓടി ചെല്ലുകയാണ് അച്ഛമ്മയെന്ന് വിളിച്ചുകൊണ്ട്. ആ മോനെ ശ്രീകാന്തേ, നീ അടിപൊളിയായിട്ടുണ്ടല്ലോ, നിന്നെ കാണാനിപ്പോൾ നല്ല കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, എവിടെ വർഷ എവിടെ? അത് പിന്നെ അച്ഛമ്മേ, വർഷ റെക്കോർഡിങ്ങിന് പോയിരിക്കുകയാണ്. റെക്കോർഡോ? ഈ സമയത്താണോ അവൾ റെക്കോർഡിങ്ങിന് പോകുന്നത്? ഇടത് എന്ത് മര്യാദ കേടാടാ അവൾ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് പാടുണ്ടോടാ? എടാ, നിങ്ങൾ രണ്ടുപേരുടെയും നല്ലൊരു ഫംഗ്ഷനാണ്. ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വേണ്ടതല്ലേ? നിന്നെ ഇവിടെ ആക്കിയിട്ട് അവൾ പോയത് ഒട്ടും ശരിയായ കാര്യമല്ല അച്ഛമ്മേ. അവൾ പറയും, അച്ഛമ്മേ, ഒരു സാഹചര്യം ആയതുകൊണ്ടല്ലേ അവിടുത്തെ ആ ഡയറക്ടറൊന്നും സമ്മതിക്കൂല, അതുകൊണ്ടല്ലേ അച്ഛമ്മ അവിടെ പോയിരിക്കുക. എന്നാലും ശ്രീകാന്ത് എനിക്കത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ രവി ആണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും കൂടി സംസാരിക്കുക. അപ്പം അമ്മ വന്ന് അങ്ങോട്ട് ഇരുന്നിട്ട് രവിയോട് ചോദിക്കുകയാണ്, രവി, എന്നാലും വർഷ കാണിച്ചത് എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അവൾ ഈ സമയത്ത് ഇവിടെ വേണ്ടതാണ്, പക്ഷേ അവൾ പോയത് തീരെ എനിക്ക് പിടിക്കാത്ത കാര്യമാണ് കേട്ടോ. വരും അമ്മേ, എന്ത് ചെയ്യാൻ, റെക്കോർഡൊക്കെ അല്ലേ. അപ്പോൾ ശ്രീകാന്ത് നേരെ സച്ചിയെയും രേവതിയും വിളിക്കാൻ. ഇവരാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായി സച്ചിയേട്ടാ, വർഷയെ വല്ലതും കണ്ടെത്തി എന്തെങ്കിലും വിവരം ഉണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കൂടാ, ഞങ്ങൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, കാണാനില്ല, അവൾ എവിടെ പോയിരിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. നീ സങ്കടപ്പെടാതിരിക്കും, ഞങ്ങൾ പറഞ്ഞല്ലോ അവളെയും കൊണ്ടേ ഞങ്ങൾ വരുവുള്ളൂ, അത് എത്ര ലേറ്റ് ആയാലും ശരി. സച്ചിയേട്ട, ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി സച്ചിയേട്ടാ, അച്ഛമ്മ വരെയും വന്നു. അവരൊക്കെ ചോദിക്കുവാണ് എന്നോട് വർഷ എവിടെയെന്ന്. ഞാൻ എന്ത് മറുപടി പറയാം? ഞാനാണെങ്കിൽ ഒരു കണക്കിന് റെക്കോർഡിങ്ങിന് പോയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. നീ അങ്ങനെ നിർത്തിയാൽ മതി, ഞങ്ങൾ ഉടനെ എത്തിക്കോളും എന്ന് ശ്രീകാന്തിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. അതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വർഷയുടെ അച്ഛനും അമ്മയും കൂടി വരികയാണ്. അപ്പോൾ അവർക്ക് ആ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, ഇതെന്താണ്
ഇത് ഇതെന്താ ഇങ്ങനത്തെ ഇത് 5 സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്യായിരുന്നില്ലേ? ഇത് ചുമ്മാ ലോക്കൽ ആൾക്കാർ വരുന്ന രീതിയിലാണല്ലോ ഇതൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അങ്ങോട്ട് എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇത് എന്തോ കോപ്രായങ്ങൾ കാണിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെ ഇവിടെ പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ എന്ത് പറയാൻ, അവനെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളുടെ മോളെ പറഞ്ഞാൽ മതി, അല്ലാതെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ശ്രീകാന്ത് ഇവരെ കാണുന്നുണ്ട്. ദൈവമേ വർഷയുടെ അച്ഛനും അമ്മയൊക്കെ വന്നു, ഇനിയിപ്പോൾ ഇവരോട് എന്ത് പറയുമെന്ന് പോലും എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഇവർ നേരെ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ദേ വർഷയുടെ അച്ഛനമ്മയും വന്നല്ലോ. ദേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രേമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്ത് വിശേഷങ്ങൾ, ഏതായാലും നല്ല രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നു. അത് തന്നെ വർഷ എവിടെ എന്ന് ചോദിച്ചപ്പോൾ വർഷയെ റെക്കോർഡിങ്ങിന് പോയിരിക്കുകയാണ്. റെക്കോർഡോ? സീരിയൽ റെക്കോർഡ്. അപ്പോൾ ശ്രീകാന്തേ ദേ വർഷയുടെ അച്ഛനമ്മയും വന്നിരിക്കുന്നത് കണ്ടില്ലേ? ശ്രീകാന്തേ നീ എന്തിനാ റെക്കോർഡിങ്ങിന് മോളെ വിട്ടത് എന്ന് ചോദിക്കുകയാണത്. പിന്നെ അവൾക്ക് അതൊരു ലാസ്റ്റ് എപ്പിസോഡായിരുന്നു, അതുകൊണ്ട് എപ്പിസോഡ് അവൾ ജോലിക്കുന്നത് പോകുന്നത് പോലും എനിക്കിഷ്ടമല്ല. പിന്നെയാണ് ഈ സമയത്തെങ്കിലും അവളെ പിടിച്ച് നിർത്തായിരുന്നു. ആ ഒരു ഉത്തരവാദിത്വം നീ കാണിച്ചില്ലല്ലോ ശ്രീകാന്തേ. എന്ത് ചെയ്യാനാ, നിന്നെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് അങ്ങോട്ട് തീരെ ദഹിക്കുന്നില്ല. അപ്പോൾ വീണ്ടും അവർ മാറി നിന്നിട്ട് ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അയ്യോ ഇവിടെയാണെങ്കിൽ AC ഇല്ല, ചൂടെടുത്ത് ചാവാണ്. നമ്മളോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടൽ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നില്ലേ? ഇത് നമ്മളോട് പറയില്ല, അവർ സ്വയം ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പോൾ രവി അങ്ങോട്ട് ചെന്നിട്ട്, അല്ല ഈ ഓഡിറ്റോറിയത്തിന് എന്താ കുഴപ്പം, എന്താ കുഴപ്പമെന്നോ? എടാ നീ ആര് ഞാൻ ആര്? നീ വെറും ഒരു ഡ്രൈവർ. അപ്പം നിനക്ക് ഇതൊന്നും ഒരു കുഴപ്പമായിട്ട് തോന്നൂല. പക്ഷേ എൻ്റെ പോസ്റ്റ് എന്താണെന്ന് നിനക്കറിയാലോ. അപ്പോൾ എൻ്റെ ലെവല് വേറെയാണ്. ചെറ്റക്കുടിലും കൊട്ടാരവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടടാ. നിന്നെ ഉടക്കി അത് പറഞ്ഞാലേ മനസ്സിലാവത്തില്ലടാ, നീ അത്തരത്തിലുള്ള ഒരാളാണ് എന്ന് രവി അങ്ങോട്ട് അപമാനിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന അച്ചമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അരിശം വരിക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.